CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും PPE കിറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്നും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ചോദിച്ചു. കോവിഡ് കാലത്ത് നടന്ന തീവട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി ലഭിച്ചു. PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന CAG റിപ്പോർട്ടിനെ തള്ളുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിനെതിരായ കുരിശുയുദ്ധത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നും TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJP-ക്കാര് ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുയുദ്ധത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താൻ ഉന്നയിച്ച ആരോപണമാണിതെന്നും കോവിഡ് കാലത്ത് നടന്ന തീവട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്നും രമേശ് ചെന്നിത്തല. സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ്. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് വിജിലൻസിന് പരാതി നൽകി. 10.23 കോടി രൂപയുടെ അധിക ബാധ്യത പൊതുഖജനാവിനുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.